ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിതൊക്കെ അനാഥാലയത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വിനായകൻ്റെ ഒരു മുഖം കാണേണ്ടത് തന്നെയായിരുന്നു. അവനാകെ വിഷമായി. ഇപ്പോഴേ തന്നെ ഇതൊക്കെ അവർക്കാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതിന് വേണ്ടിയിട്ട് നിൽക്കും. പിന്നീട് അവർ അധ്വാനിക്കാനുള്ള മനസ്സ് കാണിക്കില്ല എന്നൊക്കെ പറയും. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, ഇത് അനാഥാലയത്തേക്ക് കൊടുക്കണതാണ് നല്ലത് എന്ന് പറയും. അന്നേരം അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്നാലും നീ ഇങ്ങോട്ട് വരില്ലല്ലേ എന്ന് ചോദിക്കുകയാണേ. അമ്മേ, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, അപ്പോൾ നിനക്ക് ഇവിടെ ചെയ്തൂടെ സുധാകര, ഇവിടെ എന്തോരം സ്ഥലമൊക്കെയാണുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല അമ്മേ, എനിക്കവിടെ ട്യൂഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും വിട്ടു വരാൻ പറ്റില്ല മോനെ. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയാൽ നല്ല പൈസ കിട്ടും, അതൊന്നും വേണ്ട. എങ്കിൽ ശരി, അത് ഒഴിവാക്കാം. വേണ്ട അമ്മേ, അമ്മ അങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ കമലയും പറയും, ശരി അമ്മേ, അമ്മയ്ക്ക് അവിടേക്ക് വരണം തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാലോ, അമ്മ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ അതേ വാശി തന്നെയാണ് നിനക്കും അല്ലേ എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ വാശി എന്നെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വേട്ടനായയെ പോലെയാണ് എന്നോട് അച്ഛൻ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എൻ്റെ മക്കളെ കുറിച്ച് ഓർത്ത് എനിക്ക് കണ്ണീര് സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. അതിനുശേഷം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുധാകരൻ മാഷ് എഴുന്നേറ്റ് പോകും. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് വേദ ആപ്പിൾ തിന്നാണ്. ആഹാ, നീയോ എന്ന് ചോദിക്കുകയാണെ. എന്താ, ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായില്ലേ, പിന്നെന്താ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നത് എന്ന് വേദ ചോദിക്കുകയാണെ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അല്ല, ഈ കാൽ തന്നെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, പല്ലൊക്കെ തേക്കേണ്ടേ നിനക്ക് എന്ന് ചോദിക്കും. അതിന് നിങ്ങളെപ്പോലെയല്ല, ഈ തായി ഒലിപ്പിച്ച് കെടുക്കല്ല ഞാൻ, അതുകൊണ്ടേ വേണ്ട, ഊർക്കമ്പലി കേട്ടിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെ. എന്നിട്ട് വേദം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അതെ, ഞാൻ എന്തായാലും പോട്ടെ, നിങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴത്തേനും വേദന പിടിച്ചെടുത്താണേ. അയ്യോ ഒരു മിനിറ്റ് എന്ന് പറയുകയാണെ. എന്താ കാര്യം ചോദിക്കുകയാണെ. അത് പിന്നെ അതെ, ഇന്നലെ ഇവിടെ നടന്നതൊന്നും അച്ചമ്മ എന്ന് പറയാൻ കേട്ടോ. ഇന്നലെ ഇവിടെ എന്ത് നടന്നു, നിങ്ങളും ഞാനും കൂടി തല്ലുപിടിച്ചു, നിങ്ങൾ കട്ടിലും കൂടെ ഞാൻ തറയിലും കിടന്നു, അത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അതല്ല, നാക്കിന് ഇല്ലില്ലാത്ത ആളാണ്, എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അതല്ല, ഇവിടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അച്ഛമ്മ അറിയണ്ടെന്ന് വിക്രം പറയാണ്. ഓഹോ, കന്യകയായൊരു യുവതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് പറയും. അല്ല, അത് പിന്നെ അതെ, മുടി ഒന്ന് അഴിച്ചിട്ടേക്ക്, ആ മുല്ലപ്പൂക്കൊന്ന് എടുത്ത് മാറ്റിക്കോ, ആ പൊട്ടും എടുത്ത് മാറ്റിക്കോ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പോൾ, അതേ, പണ്ടത്തെ സിനിമകളൊക്കെ ഒരുപാട് കാണാറുണ്ടല്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ ടി വിയിൽ വരാറുണ്ടല്ലോ പഴയ സിനിമകൾ, അപ്പോഴിരുന്ന് കാണാറുണ്ട്. അപ്പോൾ KP ഉമ്മറിൻ്റെ ഒക്കെ സിനിമകളാണല്ലേ സ്ഥിരം കാണാറ്. അതെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി, 90ൻ്റെ അവസാനത്തിലാണ് ജനിച്ചതെങ്കിലും 70ൻ്റെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും മനസ്സല്ലേ എന്ന് ചോദിക്കും വിക്രം. അതെ എന്ന് പറയട്ടോ. ശരി, ഞാനായിട്ടിപ്പോൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കാനല്ലേ പറഞ്ഞത്. അതെ, ഒരു നാണത്തോടു കൂടിയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ. ശരി, ഇതൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് വേറെ ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വിക്രത്തിന് ദേഷ്യം വരികയാണ്. വിക്രം ഇങ്ങനെ പറയാണ്, ഒരവസരം കിട്ടിയപ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാണല്ലേ, ശരിയാക്കി തരാടി, ഇതിനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വേദ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് അച്ഛമ്മ അവിടേക്ക് വരണം. ആഹാ, മോള് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. അച്ഛമ്മേ, അതെ, നമുക്ക് ഒരിടം വരെ പോകണം. എവിടേക്കാ? അച്ചാച്ചൻ ഉറങ്ങുന്നിടത്തേക്ക്, അവിടെ ഒന്ന് തിരി വെക്കണം മോള് എന്ന് പറയുകയാണ്. അതെ, മോളുടെ പ്രസവം ഈ വീട്ടിലായിരിക്കണം, മോളുടെ കുഞ്ഞ് ഓടി നടക്കുന്നത് ഈ വീട്ടുമുറ്റത്തായിരിക്കണം, അച്ഛമ്മയ്ക്ക് അത് വലിയ ഒരാഗ്രഹമാണ് എന്നൊക്കെ പറയട്ടോ. വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാൻ പറയും. അങ്ങനെ വേദം റെഡി ആയിട്ട് വരികയാണ്. അതിനുശേഷം അച്ചാച്ചൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ തിരി കൊടുത്തിട്ട് വേദയും അച്ഛമ്മയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു തിരികെ മടങ്ങി വരുന്ന സമയത്ത് അച്ഛമ്മ പറയാണ്, മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കറിയാം നിങ്ങളുടേത് പ്രേമവിവാഹം ഒന്നുമല്ലാന്ന്, വിക്രം അവൻ്റെ ദേഷ്യവും വാശിയും തീർക്കാൻ വേണ്ടി മോളെ താലി കെട്ടിയതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ താലിയുടെ വിശ്വാസത്തിൽ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ എനിക്കും ദേഷ്യം തോന്നി, വിശ്വസിക്കാനും പറ്റിയില്ല. പക്ഷേ പോകെ നിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും കമലയും തമ്മിൽ എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അടുത്തതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വൈകിച്ചത്. വിക്രത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അതെനിക്കറിയാം. വിക്രത്തിനെ പോലെ അല്ല, വേറൊരു നല്ല പയ്യന് മോൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ മോളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്. പക്ഷെ അതവൻ മനസ്സിലാക്കുന്നില്ല. അവന് കുറേ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ അത് മോള് വേണം ശരിയാക്കിയെടുക്കാൻ. നല്ലൊരു ജീവിതത്തിലേക്ക് മോള് അവനെ കൊണ്ടുവരണം. സുധാകരൻ കമലയ്ക്കും ജനിച്ച മാണിക്യാണ് അവൻ, പക്ഷെ അവൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, മോളിത് ശരിയാക്കിയെടുക്കണം എന്നൊക്കെ പറയുകയാണേ. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും വണ്ടിയിൽ കയറാനായിട്ട് ബാഗൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്.
പിന്നീട് എല്ലാവരും കൂടിയിട്ട് നേർന്ന് നിൽക്കുകയാണ് അച്ഛമ്മനോട് യാത്ര പറയാനായിട്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ പോരെ. വിക്രം വേദി ഇവിടെ നിൽക്കട്ടെ മോനെ 2 ദിവസം എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം തീരുമാനിക്കുന്നത് അവരല്ലേ അമ്മേ, ഞാനല്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം വന്നിട്ട് പറയും, അച്ഛമ്മേ അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് അച്ഛമ്മേ ചെയ്ത് തീർക്കാനായിട്ട്, ഇലക്ഷനല്ലേ വരുന്നത്, അപ്പോൾ നീ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ടോ? അപ്പോൾ വേദ പറയും മന്ത്രിയാവും അച്ഛമ്മയെ കുറച്ച് നാൾ കഴിഞ്ഞാൽ, ഓ അത് കണ്ടാൽ മതി എനിക്കെന്നൊക്കെ പറയും. അതിനുശേഷം കുറച്ച് പൈസ എടുത്തിട്ട് അച്ഛമ്മ കമലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അന്നേരം കമല പറയും, അയ്യോ അമ്മേ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുധാകരൻ നോക്കൂട്ടാ. സുധാകരൻ നോക്കും. അപ്പോൾ സുധാകരനെ നോക്കിയിട്ട് അച്ഛമ്മ പറയുകയാണത്, അവനെ പറ്റത് ഞാനാണ്, അത് ഈ കാശ് വാങ്ങാൻ നീ അവനെ നോക്കേണ്ട കാര്യമില്ല, ഇത് നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങാനും ആരെങ്കിലും അവളെ നിന്ന് വാങ്ങിക്കാനായിട്ട് അടവും കൊണ്ട് ചെന്നെന്ന് അറിഞ്ഞ എന്ന് വിനായകനെയും വിശ്വനെ നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ വിശ്വ പറയും, അയ്യോ എനിക്ക് വേണ്ട അമ്മയെന്ന് പറയും കേട്ടോ. അതിനുശേഷം ശ്രീജ വന്നിട്ട് യാത്ര പറയുകയാണ്. ശ്രീജ പറയുന്നുണ്ട്, പോട്ടെ അച്ഛമ്മയെന്ന് പറയുമ്പോൾ എന്നും കണ്ണീരല്ലാതെ മോള് ഓർക്കണം കേട്ടോ എന്നൊക്കെ പറയും. അതിനുശേഷം വിനായകൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ച് കണ്ടിട്ട് യാത്ര പറയുന്നുണ്ട്. എന്നിട്ട് വേദനയോട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ വിനായകൻ. അതിനുശേഷം വിക്രം വന്ന് യാത്ര പറയണം, അച്ഛമ്മേ ഞങ്ങളൊരു ദിവസം വരാം, അച്ഛമ്മ പോകാൻ പറയുന്നത് വരെ ഞങ്ങളിവിടെ വെക്കും, ഒരിക്കലും അച്ഛമ്മ അത് പറയില്ല മോനെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കമലനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട്. പിന്നീട് അവസാനം വേദന യാത്ര പറയുകയാണ്. വേദ യാത്ര പറയുന്ന സമയത്ത് നന്ദിനി ഇങ്ങനെ വണ്ടി കൂടെ എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അച്ഛമ്മ ആ മാല ഊരിയിട്ട് വേദയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അയ്യോ അച്ഛമ്മേ ഇതൊന്നും എന്ന് പറയും, ഇതാ മോളിട്ടോ, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു മാല ഇടേണ്ടതല്ലേ, അത് മോൾക്ക് ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് ഈ മാല മോളുടെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ യാത്ര പറയും കേട്ടോ. ഭയങ്കര കണ്ണീരോട് കൂടിയിട്ടാണ് അച്ഛമ്മ യാത്രയാക്കുന്നത് എല്ലാവരും. അതിന് ശേഷം വേദ വിക്രമിൻ്റെ അടുത്ത് ഇരിക്കാൻ പോകുമ്പോഴത്തേനും നന്ദിനി പിടിച്ചിരുത്താണ് കേട്ടോ. മാല നോക്കിയിട്ട് ഇതൊരു 5-6 പവൻ ഉണ്ടാവും എന്ന് പറയുകയാണ്. നമുക്ക് 2 പേർക്കും അങ്ങനത്തെ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ശ്രീജനോട് പറയുമ്പോൾ ശ്രീജ പറയുന്നത്, നമുക്ക് 2 പേർക്കും കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഒരേ മാല ഇട്ടതല്ലേ എന്ന് ശ്രീജ ചോദിക്കണം. ഓ അതിപ്പോൾ എന്തുട്ടണം ഒരു 1.5 പവൻ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അച്ഛനും കമലാമ്മയ്ക്കും വല്ലാതെയാവും. ഇപ്പോൾ അല്ല ഞാൻ പിന്നെ കൊക്കിനൊതുങ്ങുന്നതല്ലേ കുത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് നന്ദിനി പറയട്ടോ. അതിന് ശേഷം വേദ എഴുന്നേറ്റ് വിക്രത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ പോകുമ്പോൾ എവിടേക്കാണ് വരുന്നത്, ഇരിക്കാൻ പറയുകയാണേ വേദ. അപ്പോൾ പറയും, അതെ വേറെ സീറ്റുകളുണ്ടല്ലോ അവിടെ പോയിരുന്നാൽ മതി, എന്നോട് അച്ഛമ്മ പറഞ്ഞത് ഇവിടെ ഇരിക്കാൻ ആണോ, എന്നാ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് വിക്രം എഴുന്നേറ്റിട്ട് വിക്രം വേറെ സീറ്റിൽ ചെന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് നീ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദിനിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നോക്കി നിൽക്കെ വേദന അപമാനിക്കുന്ന രീതിയിലാണ് വിക്രം പെരുമാറുന്നത്. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും തന്നെ നോക്കി നിൽക്കാണല്ലോ, ആ സീറ്റിൽ ഇരിക്കേണ്ടെന്ന് പറയല്ലോ. അപ്പോൾ അതുകൊണ്ട് വേദ കണ്ണീരോട് കൂടിയിട്ട് വിക്രത്തിനെ നോക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ വേദ ഇറങ്ങി പോരാൻ പോകുമ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ചെന്നായിരിക്കുമല്ലേ നിങ്ങളുടെ ധാരണ, എക്സാക്ട്ലി, പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചോ, എന്നെ ആ സീറ്റിൽ നിന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഇരിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിലേ ഇതിന് പകരം വേദ വീട്ടിലിരിക്കും, ഇതിന് പകരം വീട്ടിലെങ്കിലേ വേദ ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞ് വേദ ഇറങ്ങിപ്പോര്. അതിനുശേഷം എല്ലാവരും വീട്ടിലെത്താണ് കേട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി വിനായകനൊക്കെ വിശക്കുന്നില്ല, ഞങ്ങൾക്ക് എടുക്കാൻ പോകുന്നു പറയും. വിക്രവും പറയുന്നുണ്ട്, ഞാനും എടുക്കാൻ പോകുന്നമ്മേ, വിശപ്പൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്, പപ്പടം കാച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോള് ശ്രീജ നീ പോയി കിടുന്നോ, അമ്മ ശരിയാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയും. അതിന് ശേഷം വേദ അമ്മനെ വിളിച്ചു നിർത്തണം, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ചെയ്യുന്നത് ധിക്കാരായിട്ടൊന്നും കരുതരുത്, ഈ വീട്ടിലെ മറ്റ് 2 മരുമക്കൾക്ക് കിട്ടാത്ത ഭാഗ്യമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മാല അങ്ങനെ ഊരി കമലാമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണേ. അച്ഛമ്മ ഒരു പാവമാണ്, അച്ഛമ്മനെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടു